പൈനാപ്പിൾ അരിഞ്ഞു വെച്ചു, മത്തങ്ങ അരിഞ്ഞു വെച്ചു, രണ്ടും കൂടെ വേവിക്കാൻ വെച്ചു. മത്തങ്ങ കുറച്ചെടുത്ത് അരയ്ക്കുമ്പോൾ കുറച്ച് പൈനാപ്പിളും കൂടെ ചേർത്ത് മിക്സിയിൽ അരയ്ക്കുക. എല്ലാം കൂടെ കുറച്ച് പൈനാപ്പിളും കൂടെ ചേർത്തരയ്ക്കുക. എന്നിട്ടത് വെണ്ണ പോലെ ആക്കി അതും കൂടെ ഇതിനകത്തോട്ടിട്ട് വേറെ കുറച്ച് തേങ്ങ ഒരു പിടി, ഒരു 4 പച്ചമുളക്, കുറച്ച് കടുക്, തൈര്, ഇത്രയും സാധനങ്ങള് മിക്സിയില് ഇല്ല, അത് അവസാനം ഇടാം. അതൊരു ഭംഗിക്ക് ഇടുന്നതാ, അത് വലിയ ആവശ്യമൊന്നും. അപ്പോൾ അത് മിക്സിയിൽ അരച്ച് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൈനാപ്പിൾ വേവിച്ചാൽ നല്ലതാണ്. എന്നിട്ട് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കുറുകിയ പാകത്തിനായിട്ടുണ്ടാവും. അതിലേക്ക് വെളിച്ചെണ്ണയിൽ, നെയ്യിലല്ല, ഇത്തവണ വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുക. കടുകും മുളകും കരിവേപ്പിലയും വറുത്ത് അതിന്